ഹായ് ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അനലോഗ് സർക്യൂട്ട്സിലെ സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്ന ഹൈ ഫ്രീക്വൻസി അനാലിസിസ് ഓഫ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ എന്നുള്ള ടോപ്പിക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ ഷുവറായിട്ടും ചോദിക്കും എന്ന് പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ് ആക്ച്വലി ഹൈ ഫ്രീക്വൻസി അനാലിസിസ് ഓഫ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഇതൊരു ഡെറിവേറ്റീവ് പാർട്ടാണ്. ശരിക്കും ഒരു ലെങ്തി വീഡിയോ ആണിത്, പക്ഷേ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഒരു കണ്ടിന്യൂസ് ഡെറിവേഷൻ ആയതുകൊണ്ട് ഞാനൊരു സിംഗിൾ വീഡിയോ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാണ്. നിങ്ങൾ രണ്ടായിട്ട് വാച്ച് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ രണ്ട് ക്ലാസ്സിൻ്റെ നെറ്റ് എഫക്റ്റാണ് ശരിക്കും ഇന്നത്തെ ഒറ്റ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്ക്, നമ്മൾ സിലബസിൽ ഓൾറെഡി ഹൈ ഫ്രീക്വൻസി അനാലിസിസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹൈ ഫ്രീക്വൻസി ഇക്വാലൻറ്റ് സർക്യൂട്ട് ഓഫ് BJTയും മില്ലർ എഫക്റ്റും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഏതാണ്? അനാലിസിസ് ഓഫ് ഹൈ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ. ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയറിൻ്റെ ഹൈ ഫ്രീക്വൻസി റെസ്പോൺസ് എങ്ങനെയാണ് എന്നാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ട് പാരാമീറ്ററാണ് നിങ്ങളെ സിലബസിലാകെ പറയുന്നുള്ളൂ. നിങ്ങളെ പഴയ റെഗുലേഷൻ വെച്ചിട്ട് ഒരുപാട് പാരാമീറ്റർ ഡിറ്റർമിൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് പാരാമീറ്റേഴ്സേ നമുക്ക് പറയാനുള്ളൂ. അതിലൊന്ന് വോൾട്ടേജ് ഗെയിനാണ്, ഒന്ന് ഫ്രീക്വൻസി റെസ്പോൺസ് ആണ്. അപ്പോൾ ഞാൻ 3 പാരാമീറ്റേഴ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഇൻപുട്ട് ഇമ്പിഡൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അതുപോലെ എങ്ങനെയാണ് വോൾട്ടേജ് ഗെയിൻ ഡിറ്റർമൈൻ ചെയ്യുന്നത്, വോൾട്ടേജ് ഗെയിനിൽ നിന്നാണ് നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസ് കണ്ടുപിടിക്കുന്നത്. രണ്ട് സ്പെസിഫിക് ഫ്രീക്വൻസി ടേമിലേക്ക് നമ്മൾ വോൾട്ടേജ് ഗെയിനിനെ മാറ്റും, അതിനെയാണ് ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയോട് കൂടി ആക്ച്വലി ഈ മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും, സെക്കൻഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാൻ പോകുന്നത് ഈ സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നാണ് ഞാൻ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഒരു ഹൈ ഫ്രീക്വൻസി അനാലിസിസ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഹൈ ഫ്രീക്വൻസി അനാലിസിസ് നമുക്ക് സ്പെസിഫിക്കായിട്ട് നമ്മൾ സ്മോൾ സിഗ്നൽ മോഡലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. ഹൈ ഫ്രീക്വൻസി അപ്ലിക്കേഷൻസ് വരുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു മോഡൽ ബേസിക്കലി യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരു ഹൈ ഫ്രീക്വൻസി മോഡൽ എങ്ങനെ ബേസിക്കലി വരയ്ക്കുന്നു എന്ന് പഠിച്ചിരുന്നു, ഇതുപോലത്തെ ഒരു ഫിഗർ വെച്ചിട്ടല്ലേ. യെസ്, അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് ആയിട്ടുള്ള ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയറിൻ്റെ ഹൈ ഫ്രീക്വൻസി ഹൈബ്രിഡ് പൈ മോഡലാണ്. അപ്പോൾ ഈ ഒരു ഹൈബ്രിഡ് പൈ മോഡൽ നിങ്ങൾ റെഫറൻസ് ആയിട്ട് എടുത്തിട്ട് ബാക്കി ഹൈബ്രിഡ് പൈ മോഡൽ നമുക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്ക്, ആദ്യം നമുക്ക് ഇനീഷ്യലി ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു RBB-, പിന്നെ RΠ എന്നുള്ളൊരു റെസിസ്റ്ററും CΠ എന്നുള്ളൊരു കപ്പാസിറ്ററും ഉണ്ടായിരുന്നു ട്രാൻസിസ്റ്ററിൻ്റെ. പിന്നെ RMU എന്നുള്ളൊരു റെസിസ്റ്ററും CMU എന്നുള്ളൊരു കപ്പാസിറ്ററും ഉണ്ടായിരുന്നു. സെയിം വേ GM×Vπ എന്നുള്ളൊരു കറണ്ട് സോഴ്സ് ഉണ്ടായിരുന്നു. R0 എന്നുള്ളൊരു ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു ടിപ്പിക്കലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു BJTയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആണ്. ഈ ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആകുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് നമ്മൾ ഹൈബ്രിഡ് പൈ മോഡൽ ഉണ്ടായിരിക്കും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ വരച്ചിരിക്കുന്ന കോമൺ എമിറ്റർ ആംപ്ലിഫയർ. കോമൺ എമിറ്റർ ആംപ്ലിഫയറിൻ്റെ ബേസിൽ നമുക്ക് വരയ്ക്കുകയാണെങ്കിൽ ആദ്യം എനിക്ക് വരുന്നത് സോഴ്സ് റെസിസ്റ്റൻസും സോഴ്സ് വോൾട്ടേജുമാണ്. ഞാൻ ആദ്യം എന്ത് ചെയ്തു, അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം നമ്മളൊരു ഹൈബ്രിഡ് പൈ മോഡൽ വരയ്ക്കുമ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് അറിയാം. ഒരു ബൈപ്പാസ് കപ്പാസിറ്ററും കപ്ലിംഗ് കപ്പാസിറ്റേഴ്സൊക്കെ വരികയാണെങ്കിൽ അതിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം, എക്സ്റ്റേണൽ പവർ സപ്ലൈനെ റിമൂവ് ചെയ്യണം. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് സെയിം വേ ഒരു സോഴ്സ് വോൾട്ടേജ് വരും VS, പിന്നെ ഒരു സോഴ്സ് റെസിസ്റ്റൻസ് വരും RS. പിന്നെ നിങ്ങൾ നോക്ക്, പിന്നെ എനിക്ക് ആക്ച്വലി വരുന്നത് ഒരു കപ്ലിംഗ് കപ്പാസിറ്ററാണ്. ഈ കപ്ലിംഗ് കപ്പാസിറ്ററിനെ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ട് റിമൂവ് ചെയ്തു, ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. പിന്നെ എനിക്ക് വരുന്നത് R1 R2 എന്നുള്ള 2 റെസിസ്റ്റേഴ്സാണ്. ബേസിക്കലി ഈ R1 R2 എന്നുള്ള 2 റെസിസ്റ്ററിനെയും കോമൺ ആയിട്ട് ഞാൻ RB എന്നുള്ളൊരു സിംഗിൾ റെസിസ്റ്ററായിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. ഇതാണ് ആക്ച്വലി ഇതിൻ്റെ അനാലിസിസ് പാർട്ടിൽ വരുന്നത്. പിന്നെ ആക്ച്വലി വരുന്നത് നമ്മളെ ജനറൽ അറേഞ്ച്മെൻറ്റ് പോലെ RPI എന്നുള്ള കപ്പാസിറ്ററും CPI എന്നുള്ള കപ്പാസിറ്ററുമാണ്. അപ്പോൾ RPI എന്നുള്ള കപ്പാസിറ്റർ ഞാനിവിടെ സ്പെസിഫിക് ആയിട്ട് മാർക്ക് ചെയ്തു, CPI എന്നുള്ള കപ്പാസിറ്ററും സ്പെസിഫിക് ആയിട്ട് മാർക്ക് ചെയ്തു. ഇനി എനിക്ക് വരുന്നത് ഇതിന് രണ്ടിനും കോമൺ ആയിട്ട് വരുന്ന RMU CMU എന്നുള്ള 2 പാർട്ടാണ്. അപ്പോൾ RMU എന്നുള്ളത് ഞാൻ കുറച്ചും കൂടിയും സർക്യൂട്ട് ഈസിയർ ആവാൻ വേണ്ടിയിട്ട് RMUയെ നെഗ്ലക്റ്റ് ചെയ്യാണ്. RMU എന്നുള്ളത് കൊണ്ട് കാര്യമായിട്ട് ഇതിൽ എഫക്റ്റ് വരുന്നില്ല. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി നമുക്കുണ്ടായിരുന്ന ഈ RMU എന്നുള്ള റെസിസ്റ്ററിനെ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാണ്. അപ്പോൾ എനിക്ക് CMU എന്നുള്ള ഒരു കപ്പാസിറ്റർ മാത്രമാണ് കോമൺ ടെർമിനലിൽ വരിക. പിന്നെ എനിക്ക് വരുന്ന എന്താണ്, ബേസിക്കലി കോമൺലി എനിക്കറിയാം നമ്മൾ നോർമൽ മോഡൽ പ്രകാരം, നമ്മൾ ഹൈബ്രിഡ് പൈ മോഡൽ പ്രകാരം ബേസിക്കലി ഇത്രയും പാർട്ട് നമ്മൾ വരച്ചു. ഇതിൽ RMUവിനെ നെഗ്ലക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ വരച്ചത്. പിന്നെ എനിക്ക് വരുന്ന GM×Vπ എന്നുള്ളൊരു കറണ്ട് സോഴ്സാണ്. ആ GM×Vπ എന്നുള്ള കറണ്ട് സോഴ്സ് ഞാനിവിടെ മാർക്ക് ചെയ്തു, ഇവിടെ നിങ്ങൾക്ക് കാണാം അല്ലേ. പിന്നെ എനിക്ക് വരുന്ന എന്താണ്, കോമൺ ആയിട്ട് ടിപ്പിക്കൽ മോഡൽ പ്രകാരം എനിക്കൊരു R0 എന്നുള്ളൊരു കോമൺ റെസിസ്റ്റർ വരും. ഈ റെസിസ്റ്റർ ഞാനിവിടെ സ്പെസിഫിക് മോഡലിൽ വരച്ചു.
ഓക്കെ, ഇനി നമുക്ക് വരുന്ന രണ്ട് റെസിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ് നമ്മൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഇവിടെ ഈ കപ്ലിംഗ് കപ്പാസിറ്ററിനെ നമ്മൾ ബൈപ്പാസ് ചെയ്ത പോലെ തന്നെ ഈ ഒരു അറേഞ്ച്മെൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ബൈപ്പാസ് ചെയ്യേണ്ടി വരും, ഷോർട്ട് സർക്യൂട്ട് ചെയ്യേണ്ടി വരും. ഇത് ഓൾറെഡി നമ്മൾ സ്മോൾ സിഗ്നലിൽ പഠിച്ചതാണ്. അപ്പോൾ ബാക്കി വരുന്ന ഒരു റെസിസ്റ്ററാണ് ഈ റെസിസ്റ്റർ എന്ന് പറയുന്ന RC. ഈ RC ഓൾറെഡി ഞാനിവിടെ സ്പെസിഫൈ ചെയ്ത് വരച്ചു RC. പിന്നെ എനിക്ക് വരുന്നത് എന്താണ്, വീണ്ടും ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ വരും. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്തു, ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. ഫൈനലി എനിക്കൊരു ലോഡ് റെസിസ്റ്റൻസ് വന്നു. ആ ലോഡ് റെസിസ്റ്റൻസിനെയാണ് ഞാൻ ബേസിക്കലി ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ ലോഡ് റെസിസ്റ്റൻസിനെയാണ് ബേസിക്കലി ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഹൈ ഫ്രീക്വൻസി ഹൈബ്രിഡ് പൈ മോഡൽ വരയ്ക്കുന്നത് കോമൺ എമിറ്റർ ആംപ്ലിഫയറിൻ്റെ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ലോജിക്ക് എങ്ങനെയാണെന്ന്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഇനി സ്ലൈറ്റ് ചേഞ്ചസ് വരുത്തണം. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് വെച്ചാൽ ബേസിക്കലി ഈ ഒരു സർക്യൂട്ട് പ്രകാരം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു. ഈ ഒരു സർക്യൂട്ട് പ്രകാരം നമ്മൾ ആദ്യം RSഉം VSഉം മാർക്ക് ചെയ്തു. കപ്ലിംഗ് കപ്പാസിറ്ററിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. R1 R2 എന്നുള്ള രണ്ട് റെസിസ്റ്റേഴ്സിന് പകരം RB വരച്ചു, RC എന്നുള്ള റെസിസ്റ്റർ വരച്ചു. ഈ ഒരു കോമൺ ടെർമിനലിൽ നമ്മൾ ഷോർട്ട് ചെയ്തു, ഇത് വരച്ചു, ഔട്ട്പുട്ട് വോൾട്ടേജ് വരച്ചു. ഈ രീതിയിലാണ് നമുക്ക് ഇതിൻ്റെ ഹൈബ്രിഡ് പൈ മോഡൽ വരയ്ക്കാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഹൈ ഫ്രീക്വൻസി മോഡൽ വരയ്ക്കുമ്പോൾ നമ്മൾ അനാലിസ് ചെയ്യുമ്പോൾ നമ്മളിവിടെ ബേസിക്കലി ഈ ഒരു CMU എന്നുള്ള കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ നമുക്കിതിൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ മില്ലേഴ്സ് തിയറി യൂസ് ചെയ്തിട്ട് ഈ CMU എന്നുള്ള കപ്പാസിറ്ററിനെ സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ നോക്കുക, ദ പെർഫോമൻസ് ഓഫ് ആംപ്ലിഫയർ ഈസ് ലിമിറ്റഡ് അറ്റ് ഹൈ ഫ്രീക്വൻസി ഡ്യൂ ടു ജംഗ്ഷൻ കപ്പാസിറ്റൻസ് ഓഫ് ദി ട്രാൻസിസ്റ്റർ. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, നമ്മളിപ്പോൾ ഈ ഒരു സ്റ്റെപ്സ് പറഞ്ഞപ്പോൾ ഈ ഒരു ജംഗ്ഷൻ കപ്പാസിറ്റൻസിൻ്റെ കേസ് പറഞ്ഞിരുന്നു. സോ ദ ഫീഡ്ബാക്ക് കപ്പാസിറ്റർ CMU ക്യാൻ ബി സ്പ്ലിറ്റ് യൂസിങ് മില്ലേഴ്സ് തിയറം. ദ കപ്പാസിറ്റർ റിഫ്ലക്റ്റഡ് അറ്റ് ദി ഇൻപുട്ട് സൈഡ് ഈസ്. അപ്പോൾ നിങ്ങൾ നോക്ക്, ബേസിക്കലി ഞാനിപ്പോൾ ഈ ഒരു വരച്ചിരിക്കുന്ന ഈ CMU എന്നുള്ളൊരു കപ്പാസിറ്ററിനെ മില്ലേഴ്സ് തിയറം വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ ഓൾറെഡി നമുക്ക് മില്ലേഴ്സ് തിയർ അറിയാം. മില്ലേഴ്സ് തിയർ എന്തായിരുന്നു, ആക്ച്വലി ഒരു ഇമ്പിഡൻസ് സോഴ്സ്, ഒരു റെസിസ്റ്റൻസ്, ഒരു കപ്പാസിറ്റൻസ് ഉണ്ടെങ്കിൽ അതിന് നമുക്ക് രണ്ട് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ രണ്ട് കപ്പാസിറ്റൻസ് ആയിട്ട് മാറ്റാം, കൺവേർട്ട് ചെയ്യാം മില്ലേഴ്സ് തിയറി യൂസ് ചെയ്തിട്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അത് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഓൾറെഡി ഈ Z1ഉം Z2 എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, മില്ലേഴ്സ് തിയറം ഇൻപുട്ട് സൈഡിൽ അപ്ലൈ ചെയ്യാണ്, എനിക്കൊരു ഇക്വേഷൻ കിട്ടും. ഔട്ട്പുട്ട് സൈഡിൽ അപ്ലൈ ചെയ്യാണ്, എനിക്കൊരു ഇക്വേഷൻ കിട്ടും. ഈ ഇക്വേഷൻ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രീവിയസ് വീഡിയോ റെഫർ ചെയ്യുക. അതിൽ കപ്പാസിറ്റർ യൂസ് ചെയ്താൽ എന്തായിരിക്കും ഇക്വേഷൻ എന്നുള്ള പാർട്ട് നിങ്ങൾ റെഫർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇൻപുട്ട് സൈഡിൽ മില്ലേഴ്സ് തിയർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കിട്ടും C1 = CMU × 1 - AV. AV എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഗെയിൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബേസിൽ എനിക്ക് ഇക്വേഷൻസ് എഴുതാം അല്ലേ. അപ്പോൾ ആക്ച്വലി എനിക്കിവിടെ അറിയേണ്ടത് CMU എന്നുള്ള കപ്പാസിറ്ററാണ് ഒന്ന് വരുന്നത്, ഒന്ന് എനിക്ക് വോൾട്ടേജ് ഗെയിൻ അറിയണം. ആക്ച്വലി വാട്ട് ഈസ് വോൾട്ടേജ് ഗെയിൻ ഹിയർ? വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി Vout/Vin ആണ് അല്ലേ. അപ്പോൾ നമ്മളെ ഫിഗർ പ്രകാരം വോൾട്ടേജ് ഗെയിൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ Vout/Vin അല്ലെങ്കിൽ Vout/Vπ എന്ന് പറയാം നമുക്ക്. കാരണം V എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഇതാണ് V എന്ന് പറയുന്നത്, അല്ലെങ്കിൽ Vπ എന്നും പറയാം, Vin അല്ലേ. യെസ്, അപ്പോൾ എനിക്ക് ബേസിക്കലി എഴുതാം Vout/Vin അല്ലെങ്കിൽ Vout/Vπ എന്ന് എഴുതാം, വോൾട്ടേജ് ഗെയിൻ അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ Vout നമുക്കറിയാം. Vout നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ ഒരു ഫിഗറിൽ നിന്ന് ഞാൻ Vout കണ്ടുപിടിക്കുകയാണെങ്കിൽ Vout എന്തൊക്കെ പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും? ഈ ഒരു കറണ്ട് സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും, ഈ 3 റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെയാണല്ലോ Vout ഇരിക്കുന്നത്, അതായത് R0 പാരലൽ, RC പാരലൽ, RL. അപ്പോൾ നമുക്ക് Vout ബേസിക്കലി എഴുതാം. Vout ഈസ് നത്തിങ് ബട്ട് -GM × Vπ R0 പാരലൽ, RC പാരലൽ, RL. അങ്ങനെ എഴുതിക്കൂടെ, ഹോൾ ഡിവൈഡർ ബൈ Vπ. അപ്പോൾ ഈ Vπയും Vπയും ക്യാൻസലായി പോകും. അപ്പോൾ എനിക്കിവിടെ AV കിട്ടും. വാട്ട് ഈസ് AV? -GM × R0 പാരലൽ, RC പാരലൽ, RL എന്ന് കിട്ടും, വോൾട്ടേജ് ഗെയിൻ അല്ലേ. അപ്പോൾ ഇതാണ് ആക്ച്വലി എൻ്റെ വോൾട്ടേജ് ഗെയിൻ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ എനിക്ക് C1നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ. വാട്ട് ഈസ് ആക്ച്വലി മില്ലേഴ്സ് തിയറം പ്രകാരം ഉള്ള C1നെ നമുക്ക് ബേസിക്കലി എങ്ങനെ എഴുതാം? ഇത് വെച്ചിട്ട് ഈ ഒരു ലോ വെച്ച് നമ്മൾ എഴുതുകയാണെങ്കിൽ C1 = CMU × 1 - AV അല്ലേ. ഓക്കെ, 1 - AV. അപ്പോൾ 1 - AV എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാം 1 - AV. നമുക്കറിയാം AV എന്നുള്ളത് മൈനസ് ആയതുകൊണ്ട് നമുക്കിവിടെ പ്ലസ് വരും. GM × R0 പാരലൽ, RL പാരലൽ, R0 പാരലൽ, RC പാരലൽ, RL. അപ്പോൾ ഇതാണ് ആക്ച്വലി എനിക്ക് കിട്ടുന്ന ഇൻപുട്ട് കപ്പാസിറ്റർ C1. എല്ലാവർക്കും മനസ്സിലായല്ലോ? യെസ്. ഇതുപോലെ തന്നെ നമ്മൾ ഔട്ട്പുട്ട് കപ്പാസിറ്റർ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ മില്ലേഴ്സ് തിയറം വെച്ചിട്ട് ഔട്ട്പുട്ട് കപ്പാസിറ്റർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല അറിയാം. C2 =
സി മ്യൂ ഇൻറ്റു എ വി മൈനസ് 1 ബൈ എ വി. സി മ്യൂ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ പഠിച്ചത് ഇക്വേഷൻ ഇങ്ങനെയാണ്, C2 ഈക്വൽ ടു സി എഫ് ഇൻറ്റു എ വി മൈനസ് 1 ബൈ എ വി എന്നുള്ള ഫോമുലയാണ് പഠിച്ചത്. ഇവിടെ സി എഫിൻ്റെ വാല്യൂ സി മ്യൂ ആയതുകൊണ്ട് ഞാൻ മില്ലേഴ്സ് തിയറം വെച്ചിട്ട് ആ ഫോമുല തന്നെ എഴുതി. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമുക്കറിയാം വാട്ട് ഈസ് എ വി, നമ്മൾ കണ്ടുപിടിച്ചാണ് എ വി എന്ന് പറയുന്നത് അല്ലേ. യെസ്, എ വി ഓൾറെഡി നമുക്കറിയാം. അപ്പോൾ എ വി എനിക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ആക്ച്വലി എ വി ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചതാണ്. ബേസിക്കലി എ വി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എ വി എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഗെയിൻ അല്ലേ. വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി മൈനസ് ജി എം ഇൻറ്റു R0 പാരലൽ RC പാരലൽ RL അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൽ ശരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ആക്ച്വലി എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. സി ഔട്ട് എന്നുള്ള കപ്പാസിറ്റർ എനിക്ക് കിട്ടും C2 അല്ലേ. അപ്പോൾ ഞാൻ C1 C2 എന്നുള്ള 2 കപ്പാസിറ്റേഴ്സ് ജനറേറ്റ് ചെയ്തു യൂസിങ് മില്ലേഴ്സ് തിയറം അല്ല. ഇതാണ് ഇപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് അല്ലേ. അത് ഇൻപുട്ട് സൈഡിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് C1 എന്നുള്ള കപ്പാസിറ്ററും ഔട്ട്പുട്ട് സൈഡിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ട് C2 എന്നുള്ള കപ്പാസിറ്ററും ജനറേറ്റ് ചെയ്തു. ഇതിൻ്റെ ബേസിൽ എനിക്ക് സർക്യൂട്ടിനെ മോഡിഫൈ ചെയ്ത് വരയ്ക്കാം. എല്ലാവരും ശ്രദ്ധിക്കണേ, ഈ സർക്യൂട്ടിൽ ഞാൻ ചെയ്ത കാര്യം ഓൾറെഡി നമുക്കുള്ള സർക്യൂട്ട് അതുപോലെ തന്നെ ഞാൻ ഇങ്ങോട്ട് വരച്ചു. R5 എന്നുള്ള റെസിസ്റ്റർ അതുപോലെ തന്നെ. ആക്ച്വലി ഈ സി മ്യൂ എന്നുള്ള കപ്പാസിറ്ററിനെ നമ്മൾ C5 C1 എന്നുള്ള 2 കപ്പാസിറ്ററായിട്ട്, C5 ഓൾറെഡി ഉണ്ടായിരുന്നു, പകരം ഒരു C1 എന്നുള്ള കപ്പാസിറ്റർ. അപ്പോൾ നമുക്കുണ്ടായിരുന്ന സി മ്യൂ എന്നുള്ള കപ്പാസിറ്ററിനെ ആക്ച്വലി ഞാൻ എന്ത് ചെയ്തു, ഇവിടെയാണ് ആക്ച്വലി സി മ്യൂ എന്നുള്ള കപ്പാസിറ്റർ ഉള്ളത് അല്ലേ. ഈ സി മ്യൂ എന്നുള്ള കപ്പാസിറ്ററിനെ ബേസിക്കലി ഞാൻ 2 കപ്പാസിറ്ററായിട്ട് റീപ്ലേസ് ചെയ്തു. അപ്പോൾ ഇതേ സർക്യൂട്ട് RB R5 C5 എന്നുള്ള 3 കോമ്പണൻ്റ് അതുപോലെ തന്നെ ഉണ്ട്. ഇതിൻ്റെ കൂടെ അഡീഷണലി നമ്മൾ എന്ത് ആഡ് ചെയ്തു, ഇതിൻ്റെ ഇൻപുട്ട് സൈഡിൽ C1 എന്നുള്ള അഡീഷണൽ ഒരു കപ്പാസിറ്റർ ഞാൻ എന്ത് ചെയ്തു, ആഡ് ചെയ്തു C1 അല്ലേ. ബാക്കിയെല്ലാം സെയിം വേ ഔട്ട്പുട്ട് സർക്യൂട്ടിൽ നോക്കുകയാണെങ്കിൽ GM ഇൻറ്റു V5 R0 RC RL ഈ 3 കോമ്പണൻ്റ് ഉണ്ടായിരുന്നത്. ആ ഔട്ട്പുട്ട് കപ്പാസിറ്ററായ C2 ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ആഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മൾ ഓൾറെഡി C1ഉം C2ഉം കണ്ടുപിടിച്ചു. C1 എന്താണ്, C2 എന്താണ്. അപ്പോൾ സി മ്യൂ എന്നുള്ള കപ്പാസിറ്ററിനെ ഞാൻ C1 ആയിട്ടും C2 ആയിട്ടും എന്ത് ചെയ്തു, റീപ്ലേസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ ഒരു ഫിഗർ പ്രകാരം 2 കപ്പാസിറ്റേഴ്സ് പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇൻപുട്ട് സൈഡിൽ ഏതൊക്കെ 2 കപ്പാസിറ്റേഴ്സ്, അതായത് C1ഉം C5ഉം പാരലാണെന്ന് പറഞ്ഞാൽ നമ്മൾ കപ്പാസിറ്ററിൻ്റെ കേസിൽ ആഡ് ചെയ്യല്ല ചെയ്യാം. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ഈ ഒരു കപ്പാസിറ്ററിനെ CI ഇൻ എന്ന് മാർക്ക് ചെയ്യാം. CI പ്ലസ് C5 അല്ലേ. C1 പ്ലസ് C5ക്ക് കോമൺ ആയിട്ട് ഞാൻ C ഇൻ എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ എനിക്ക് എൻ്റെ ഇക്വാലൻറ്റ് മോഡൽ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഞാൻ എന്ത് ചെയ്തു, ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് ഞാൻ C ഇൻ എന്നുള്ള ടേം വെച്ചിട്ട് ഞാൻ ഈ 2 കപ്പാസിറ്റേഴ്സിൻ്റെ പാരലൽ കോമ്പിനേഷനെ റീപ്ലേസ് ചെയ്തു അല്ലേ, റെപ്രസെൻ്റ് ചെയ്തു. ബാക്കിയെല്ലാം സെയിം ആണ് അല്ലേ. യെസ്, സീൻ ബാക്കിയെല്ലാം സെയിം ആണ്. അപ്പോൾ ഇതാണ് ആക്ച്വലി ഞാൻ ചെയ്തത്. അപ്പോൾ ഞാനിപ്പോൾ നോർമലി വരച്ചിരിക്കുന്ന ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ്റെ സ്ട്രക്ചർ ഇതുപോലെ ഞാൻ റീപ്ലേസ് ചെയ്തു അല്ലേ. ഇതുപോലെ ഞാൻ റീപ്ലേസ് ചെയ്തു. ഇനി നമുക്കിതിൻ്റെ അനാലിസിസ് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ് ഡിറ്റർമൈൻ ചെയ്യാനുള്ളത്. ഈ ഒരു സർക്യൂട്ടിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് നമുക്ക് ജനറലി എഴുതാം. ഇൻപുട്ട് റെസിസ്റ്റൻസ് ഈസ് നത്തിങ് ബട്ട് RI. വാട്ട് ഈസ് RI ഹിയർ? RI എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമുക്ക് പറയാം RB പാരലൽ R5. ഇതാണല്ലോ ഇൻപുട്ട് റെസിസ്റ്റൻസ് വരിക. RB എന്നുള്ളത് ഏതൊക്കെ റെസിസ്റ്റൻസ് ഉണ്ടോ അതിൻ്റെ പാരലൽ കോമ്പിനേഷനാണ് RB പാരലൽ R5. ഇതാണ് ആക്ച്വലി എൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് വരിക. ഇനി നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാനുള്ളത് വോൾട്ടേജ് ഗെയിൻ ആണ്. വോൾട്ടേജ് ഗെയിൻ ഓൾറെഡി നമുക്കറിയാം. വോൾട്ടേജ് ഗെയിൻ ഈസ് നത്തിങ് ബട്ട് AVS ഈക്വൽ ടു വി ഔട്ട് ബൈ VS എന്ന് എഴുതാം. വി ഔട്ട് ബൈ VS. അപ്പോൾ എന്താണ് വി ഔട്ട് ബൈ VS? ഇതിനെനിക്ക് എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ വി ഔട്ട് ബൈ VIN ഇൻറ്റു VIN ബൈ VS എന്ന് എഴുതാം. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ ഇനി ഞാൻ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ വോൾട്ടേജ് ഗെയിൻ കണ്ടുപിടിക്കാനുള്ള വി ഔട്ട് ബൈ VIN എങ്ങനെ കണ്ടുപിടിക്കുന്നു, VIN ബൈ VS എങ്ങനെ കണ്ടുപിടിക്കുന്നു, ഇതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സർക്യൂട്ടിൽ ഇൻപുട്ട് കപ്പാസിറ്റൻസിൻ്റെ എഫക്റ്റ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ബേസിക്കലി എഴുതാം. ഒരു വോൾട്ടേജ് ഡിവിഷൻ റൂൾ വെച്ചിട്ട് എനിക്ക് ഇക്വേഷൻസ് എഴുതാൻ പറ്റും. അപ്പോൾ ഞാൻ എന്താണ് കണ്ടുപിടിക്കുന്നത്, ഡിറ്റർമൈൻ ചെയ്യുന്ന എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണെന്ന് ശ്രദ്ധിക്കുക. ഒന്ന് വി ഔട്ട് ബൈ VIനും ഒന്ന് VIN ബൈ VSും. ഇത് രണ്ടും കിട്ടിയാൽ മാത്രമേ എനിക്ക് വോൾട്ടേജ് ഗെയിൻ കിട്ടുള്ളൂ. വോൾട്ടേജ് ഗെയിൻ ആണ് നിങ്ങളെ സിലബസിൽ പറയുന്നത്. അപ്പോൾ ആക്ച്വലി ഞാൻ ഇൻപുട്ട് കപ്പാസിറ്റൻസിൻ്റെ എഫക്റ്റ് വെച്ച് പറയുകയാണെങ്കിൽ എനിക്കിവിടെ VIN എഴുതാം കോമൺലി. വാട്ട് ഈസ് VIN ഹിയർ? ടോട്ടൽ ഇൻപുട്ട് വോൾട്ടേജ് ആണ് ഞാൻ എഴുതുന്നത് കേട്ടോ. ഓക്കെ,
അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടുത്തെ മൊത്തം ഇൻപുട്ട് റെസിസ്റ്റൻസിനെ ഞാൻ RI എന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ, RI എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ V എനിക്കിവിടെ എഴുതാം ആക്ച്വലി VS ഇൻറ്റു RI പാരലൽ 1/j⍵ ഇൻറ്റു Cin. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എല്ലാം കംപ്ലീറ്റ്ലി റെസിസ്റ്റൻസ് ആണെങ്കിൽ നമുക്കിവിടെ RI പാരലൽ, അപ്പോൾ R1 R2 ആണെങ്കിൽ R1 പാരലൽ R2 എന്ന് എഴുതാം. ഇവിടെ ആക്ച്വലി അങ്ങനെയല്ല, ഇവിടെ എനിക്ക് ഒരു കപ്പാസിറ്റർ ഉള്ളത്. അപ്പോൾ കപ്പാസിറ്റർ ആകുമ്പോൾ നമ്മൾ ആദ്യത്തെ കോമ്പണൻറ്റ് നോർമൽ റെസിസ്റ്റൻസ് ആയിട്ടും രണ്ടാമത്തെ കോമ്പണൻറ്റിന് നമ്മൾ 1/j⍵ Cin ആയിട്ട് മാർക്ക് ചെയ്യും. കാരണം അതാണല്ലോ കപ്പാസിറ്ററിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ. ഹോൾ ഡിവൈഡഡ് ബൈ നമുക്ക് എഴുതാം RS പ്ലസ് RI പാരലൽ 1/j⍵ ഇൻറ്റു Cin. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുല. ഓക്കെ, നമ്പറൊന്നും വേണ്ട നമുക്ക്. അപ്പോൾ ഇതാണ് ആക്ച്വലി നമ്മുടെ കറണ്ട് ഫോർമുല. നമുക്ക് എന്താ ചെയ്തതെന്ന് മനസ്സിലായോ? ബേസിക് ആയിട്ടുള്ള വോൾട്ടേജ് ഡിവിഷൻ റൂൾ വെച്ചിട്ടാണ് ഞാനിപ്പോൾ എഴുതിയത്. അപ്പോൾ ടോട്ടൽ ഇൻപുട്ട് വോൾട്ടേജ് Vin ഈക്വൽ ടു VS എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സോഴ്സ് അല്ലേ, VS എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സോഴ്സ് ഇൻറ്റു RI എന്ന് പറഞ്ഞാൽ ഈ രണ്ട് റെസിസ്റ്റൻസിൻ്റെയും കൂടി നെറ്റ് എഫക്റ്റ് ആയ റെസിസ്റ്റൻസ് ആണ് RI, പാരലൽ ടു ഈ കപ്പാസിറ്റൻസ് ആയതുകൊണ്ട് 1/j⍵ Cin ഹോൾ ഡിവൈഡഡ് ബൈ RS പ്ലസ് RI പാരലൽ 1/j⍵ Cin. ഇങ്ങനെ എനിക്ക് വോൾട്ടേജ് ഡിവിഷൻ റൂൾ വെച്ചിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ബാക്കി സ്റ്റെപ്സ് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന ഈ ഒരു ടേം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്താണ് നമ്മൾ എഴുതിയിരിക്കുന്ന ടേം. നമ്മളിവിടെ എഴുതിയിരിക്കുന്ന ടേമിനെ നമുക്കിപ്പോൾ RI പാരലൽ 1/j⍵ ഇൻറ്റു Cin ആണല്ലോ, ഇതാണ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാനുള്ളത് അല്ലേ. അപ്പോൾ എന്തെഴുതാം? R1 R2/R1 പ്ലസ് R2 എന്ന് എഴുതുന്ന പോലെ അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം അതിനെ? RI ഇൻറ്റു 1/j⍵ ഇൻറ്റു Cin ഹോൾ ഡിവൈഡഡ് ബൈ RI പ്ലസ് 1/j⍵ ഇൻറ്റു Cin എഴുതാം. അപ്പോൾ എങ്ങനെ എഴുതാം? RI ഡിവൈഡഡ് ബൈ j⍵ ഇൻറ്റു Cin ഹോൾ ഡിവൈഡഡ് ബൈ RI ഇൻറ്റു j⍵ ഇൻറ്റു Cin പ്ലസ് 1 ഡിവൈഡഡ് ബൈ j⍵ ഇൻറ്റു Cin. അപ്പോൾ എങ്ങനെ എഴുതാം? ഈ രണ്ട് ടേം ക്യാൻസലായി പോകും, j⍵Cനും j⍵Cനും ക്യാൻസലായി പോകും. അപ്പോൾ ഇതിനെ അറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? RI പാരലൽ ടു 1/j⍵ Cin ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ബേസിക്കലി ദിസ് ഈസ് ഈക്വൽ ടു RI ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇനി ഇമാജിനറി ടേം എഴുതാണ് j⍵ ഇൻറ്റു RI ഇൻറ്റു Cin എന്നെഴുതാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ കൺസിഡറേഷൻ ഓർത്ത് വയ്ക്കുക. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൊന്നും ഇത് കാണാൻ പറ്റില്ല, ഡയറക്റ്റ് ഇത് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് എഴുതിയതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എനിക്ക് ഇതിൻ്റെ ബേസിൽ Vin കണ്ടുപിടിക്കാം അല്ലേ. Vin നമുക്ക് ഇതിൻ്റെ ബേസിൽ എഴുതാം. Vin എന്താ വരിക? ആക്ച്വലി VS അതുപോലെ തന്നെ ഉണ്ട് അല്ലേ, VS എന്നുള്ളത് അതുപോലെ തന്നെ ഉണ്ട്. VS ഇൻറ്റു പിന്നെ ബാക്കി വരുന്നത് എന്താണ്? ഈ ഒരു ടേമിനെ നമ്മളിപ്പോൾ മോഡിഫൈ ചെയ്തില്ലേ, RI പാരലൽ 1/j⍵ Cന് പകരം എനിക്ക് എന്തെഴുതാം? RI ഡിവൈഡഡ് ബൈ 1 പ്ലസ് j⍵ ഇൻറ്റു Rin ഇൻറ്റു Cin എന്നെഴുതാം ഹോൾ ഡിവൈഡഡ് ബൈ താഴെ എന്താ വരിക? RS ആണ് അല്ലേ, RS പ്ലസ് RI ഡിവൈഡഡ് ബൈ 1 പ്ലസ് j⍵ ഇൻറ്റു Rin ഇൻറ്റു Cin എന്നെഴുതാം അല്ലേ. യെസ്, അപ്പോൾ ഇതിൻ്റെ ബേസിൽ എനിക്ക് എഴുതാം. എങ്ങനെ എഴുതാം? ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് VS ഇൻറ്റു, അപ്പോൾ ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ട് ടേം ആക്ച്വലി ക്യാൻസലായി പോകും. നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ ഒരു ടേമും ക്യാൻസലായി പോകും. ഞാനിത് നേരത്തെ പോലെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുകയാണെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? VS ഇൻറ്റു നമ്മൾ നേരത്തെ ഇതുപോലെ ചെയ്തൊരു കാൽക്കുലേഷൻ വഴി ചെയ്യുകയാണെങ്കിൽ ആ രണ്ട് ടേമും ഇതുപോലെ തന്നെ ക്യാൻസലായി പോകും. അതേ ഒരു സ്ട്രക്ചറിലാണല്ലോ ഈ എലമെൻറ്റ് ഇരിക്കുന്നത്. അപ്പോൾ 1 പ്ലസ് j⍵ ഇൻറ്റു RI ഇൻറ്റു C എന്നുള്ളത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഡിനോമിനേറ്ററിൽ വരുന്ന ടേമിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ എനിക്കിവിടെ കിട്ടും ആക്ച്വലി VS ഇൻറ്റു RI ഡിവൈഡഡ് ബൈ RS പ്ലസ് j⍵ ഇൻറ്റു RI ഇൻറ്റു RS ഇൻറ്റു Cin പ്ലസ് RI. എല്ലാവരും ശ്രദ്ധിക്കണേ, ഇത് കൺഫ്യൂഷൻ ആവില്ലേ. നമ്മളിവിടെ ഡിനോമിനേറ്ററിൽ വരുന്ന ഈ ടേമിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ ഇവിടെ VS ഇൻറ്റു RI ഡിവൈഡഡ് ബൈ 1 പ്ലസ് j⍵ ഇൻറ്റു RI ഇൻറ്റു Cin അല്ലേ. ഡിനോമിനേറ്ററിൽ എന്താണ് ഈ ഇക്വേഷൻ്റെ വരുന്നത്? RS ഇൻറ്റു 1 പ്ലസ് j⍵ ഇൻറ്റു Rin ഇൻറ്റു Cin പ്ലസ് RI
ഹോൾ ഡിവൈഡർ ബൈ 1 പ്ലസ് ജെ ഒമേഗ ഇൻറ്റു ആർ ഇൻ ഇൻറ്റു സി എന്നല്ല വരിക. അപ്പോൾ ആക്ച്വലി ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ടേമും ക്യാൻസൽ ആയിപ്പോവും. അതാണ് ഇപ്പോൾ ഇവിടെ ചെയ്തത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടി ഇക്വേഷൻ അല്ലേ, ആർ എസ് പ്ലസ് ജെ ഒമേഗ ഇൻറ്റു ആർ ഐ ഇൻറ്റു സി ഇൻ പ്ലസ് ആർ ഐ എന്ന് കിട്ടി അല്ലേ. ഇതല്ല ആക്ച്വലി എനിക്ക് കിട്ടിയ ഫോർമുല. യെസ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനെ ബേസിക്കലി ഞാൻ എന്ത് ചെയ്യാണ്, ഇതിനെ ഇനിയും അറേഞ്ച് ചെയ്ത് എഴുതാൻ എനിക്ക് വി എസ് ഇൻറ്റു ആർ ഐ ഡിവൈഡഡ് ബൈ ആർ ഐ പ്ലസ് ആർ എസ് എന്നുള്ള ടേമിനെ ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണെങ്കിൽ എന്താ വരിക നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഓക്കെ, ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ ഈ കോമൺ എലമെൻറ്റ് ഞാൻ ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് എടുത്തിട്ട് ചെയ്യാം, എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ എന്താണ്, വി ഇൻ ഈക്വൽ ടു വി എസ് ഇൻറ്റു ആർ ഐ ഡിവൈഡഡ് ബൈ ആർ ഐ പ്ലസ് ആർ എസ് പ്ലസ് ജെ ഒമേഗ ഇൻറ്റു ആർ ഐ ഇൻറ്റു ആർ എസ് ഇൻറ്റു സി എന്നല്ലേ. യെസ്. ഈ ഇക്വേഷനിൽ ഞാൻ കോമൺ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ, വി ഇൻ ഈക്വൽ ടു കോമൺ ആയിട്ട് വി എസ് അതുപോലെ തന്നെ നിർത്തി, ആർ ഐ അതുപോലെ തന്നെ നിർത്തി, ആർ ഐ പ്ലസ് ആർ എസ് എന്നുള്ള ടേമിനെ കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണെങ്കിൽ എന്താ വരിക, താഴത്തെ ടേമിൽ ആർ ഐ പ്ലസ് ആർ എസിനെ കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണെങ്കിൽ എനിക്കിവിടെ കിട്ടും 1 പ്ലസ്, എല്ലാവരും ശ്രദ്ധിക്കണേ, ഈ ഒരു ടേം ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്ന ഈ ഒരു ടേമിൽ നിന്നും ആർ ഐ പ്ലസ് ആർ എസിനെ കോമൺ ആയിട്ട് പുറത്തെടുക്കണം. അപ്പോൾ എന്താ വരിക, ആക്ച്വലി അതിൽ ആർ ഐ പ്ലസ് ആർ എസ് ഇല്ലാത്തത് കൊണ്ട് എനിക്കിവിടെ ആക്ച്വലി കിട്ടും ജെ ഒമേഗ ഇൻറ്റു ആർ ഐ ഇൻറ്റു ആർ എസ് ഡിവൈഡഡ് ബൈ ആർ ഐ പ്ലസ് ആർ എസ് ഇൻറ്റു സി എന്ന് വരും. കൺഫ്യൂഷൻ ആവരുത്. അപ്പോൾ നമ്മൾ ചെയ്തത് ഈ മൊത്തം ഡിനോമിനേറ്റർ ടേമിൽ ആർ ഐ പ്ലസ് ആർ എസിനെ കോമൺ ആയിട്ട് പുറത്തെടുത്തു. എനിക്ക് ഇങ്ങനെ വന്നു ഇക്വേഷൻ. യെസ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് വി ഇൻ ബൈ വി എസ് കണ്ടുപിടിക്കാം. സോ വാട്ട് ഈസ് വി ഇൻ ബൈ വി എസ് ഹിയർ, ആർ ഐ ഡിവൈഡഡ് ബൈ ആർ എസ് പ്ലസ് ആർ ഐ. കൺഫ്യൂഷൻ ആവല്ലേ, ആർ ഐ ആ എക്സാക്ട്ലി വി എസ് കാണുമ്പോൾ ആർ ഐ ഡിവൈഡഡ് ബൈ ആർ ഐ പ്ലസ് ആർ എസ് വരും. അതിൽ മേലുണ്ടായിരുന്ന വി എസ് ക്യാൻസലായി പോവും. ഇൻറ്റു 1/1 പ്ലസ് ജെ ഒമേഗ ഇൻറ്റു ഈ ഒരു ടേം കണ്ടോ നിങ്ങൾ, ആർ ഐ പാരലൽ ആർ എസ് ആണത്. ആർ ഐ ഇൻറ്റു ആർ എസ് ബൈ ആർ ഐ പ്ലസ് ആർ എസ് ആയതുകൊണ്ട് നമുക്കതിന് ആർ ഐ പാരലൽ ടു ആർ എസ് എന്ന് എഴുതാം ഇൻറ്റു സി ഇൻ. സോ ഇതാണ് ആക്ച്വലി എനിക്ക് കിട്ടിയ വി ഇൻ ബൈ വി എസ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു, വി ഇൻ ബൈ വി എസ്. ഓക്കെ, ലോജിക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ വി ഇൻ ബൈ വി എസ് വരെ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാനുള്ളത് എന്തായിരിക്കും, ഔട്ട്പുട്ട് കപ്പാസിറ്റൻസ്. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടുപിടിക്കുന്നത് എന്താണ്, ഇൻപുട്ട് കപ്പാസിറ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. അതായത് ഈ വി ഇൻ ബൈ വി എസ് ഞാൻ കണ്ടുപിടിച്ചു. ഇനി എനിക്ക് വേണ്ടത് എന്താണ്, വി ഔട്ട് ബൈ വി ഇൻ അല്ലേ, വി ഔട്ട് ബൈ വി ഇൻ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എഫക്റ്റ് ഓഫ് ഔട്ട്പുട്ട് കപ്പാസിറ്റൻസ് ആണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓൾറെഡി നമ്മൾ വോൾട്ടേജ് ഗെയിൻ ആണ് കണ്ടുപിടിക്കുന്നത്. വോൾട്ടേജ് ഗെയിൻ നമ്മൾ എ വി എസ് ആണ് കണ്ടുപിടിക്കുന്നത്. എ വി എസ് ഈക്വൽ ടു വി ഔട്ട് ബൈ വി എസ് ആണെന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം, വി ഔട്ട് ബൈ വി ഇൻ ഇൻറ്റു വി ഇൻ ബൈ വി എസ് ഇങ്ങനെ എഴുതിക്കൂടെ. ഓൾറെഡി നമുക്ക് വി ഇൻ ബൈ വി എസ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. എഫക്റ്റ് ഓഫ് ഇൻപുട്ട് കപ്പാസിറ്റൻസിൽ നമുക്ക് വി ഔട്ട് ബൈ വി ഇൻ ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് വി ഔട്ട് കണ്ടുപിടിക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, വി ഔട്ട് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ബേസിക്കലി എഴുതാം മൈനസ് ജി എം ഇൻറ്റു വി പൈ അല്ലേ. ആദ്യത്തെ കറണ്ട് സോഴ്സാണ് ഞാൻ എഴുതിയത് ഇൻറ്റു ഈ 3 റെസിസ്റ്റൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം, R0 പാരലൽ, RC പാരലൽ, RL. ഇത് നമുക്ക് കോമൺ ആയിട്ട് R0 ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ, ഇതുപോലെ നമുക്കിവിടെ ഔട്ട്പുട്ടിൽ ഒരു കപ്പാസിറ്റർ ഉണ്ട്. ഇതൊരു ഔട്ട്പുട്ട് കപ്പാസിറ്റർ ആയതുകൊണ്ട് C2നെ ഞാൻ സി ഔട്ട് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബേസിക്കലി ഈ ഫോമിൽ എഴുതാം മൈനസ് ജി എം ഇൻറ്റു വി പൈ R0 പാരലൽ ടു 1/j ഒമേഗ ഇൻറ്റു സി ഔട്ട് എന്ന് എഴുതാം. എഴുതിക്കൂടെ? എക്സാക്ട്ലി ഞാനിപ്പോൾ ചെയ്ത കാര്യം എന്താണെന്ന് ശ്രദ്ധിക്കണേ. മൊത്തം ഔട്ട്പുട്ട് വോൾട്ടേജാണ് കണ്ടുപിടിക്കുന്നത്. ആദ്യം എൻ്റെ കറണ്ട് പാരാമീറ്റേഴ്സ് ഞാൻ എഴുതി മൈനസ് ജി എം ഇൻറ്റു വി പൈ അല്ലേ. ഓംസ് ലോ പോലെ തന്നെയാണ് എഴുതുന്നത്. മൈനസ് ജി എം ഇൻറ്റു വി പൈ ആണ് എൻ്റെ കറണ്ട് പാരാമീറ്റേഴ്സ്. പിന്നെ വരുന്നത് 3 റെസിസ്റ്ററാണ്. ഈ 3 റെസിസ്റ്ററിന് കോമൺ ആയിട്ട് ഞാൻ ഈ 3 റെസിസ്റ്ററിൻ്റെ പാരലൽ കോമ്പിനേഷൻ ഞാൻ കോമൺ ആയിട്ട് R0 എന്ന് പറയുകയാണെങ്കിൽ, പിന്നെ വരുന്നൊരു കപ്പാസിറ്ററാണ്. കപ്പാസിറ്റർ ഞാൻ സി ഔട്ട് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് വി ഔട്ട് എഴുതാം മൈനസ് ജി എം ഇൻറ്റു വി പൈ R0 പാരലൽ 1/j ഒമേഗ ഇൻറ്റു സി ഔട്ട്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമുക്കറിയാം, ഈ ഒരു ഇതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് വി ഇൻ ഓൾറെഡി നമുക്കറിയാം. എന്താണ് വി ഇൻ വരിക? വി ഇൻ ഈസ് നത്തിങ് ബട്ട് വി പൈ
അല്ലെങ്കിൽ വി എൻ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു വി പൈ ആണ്. അപ്പോൾ നമുക്കിവിടെ വി ഔട്ട് ബൈ വി ഇൻ കണ്ടുകൂടെ? വാട്ട് ഈസ് വി ഔട്ട് ബൈ വി ഇൻ? വി ഔട്ട് ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. മൈനസ് ജി എം ഇൻറ്റു വി പൈ R0 പാരലൽ 1/j⍵ ഇൻറ്റു സി ഔട്ട് ഹോൾ ഡിവൈഡർ ബൈ വി പൈ. ഈ വി പൈയും ക്യാൻസലായി പോവും. അപ്പോൾ നമുക്കിവിടെ വി ഔട്ട് ബൈ വി ഇൻ അല്ലെങ്കിൽ വി ഔട്ട് ബൈ വി ഇന് നമുക്ക് കിട്ടും. അപ്പോൾ ഓൾറെഡി വി ഔട്ട് ബൈ വി ഇന്നാണ് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. വി ഔട്ട് ബൈ വി ഇൻ നമുക്ക് എഴുതാം. ആക്ച്വലി വി പൈ ക്യാൻസലായി പോവും. അപ്പോൾ എനിക്കിവിടെ എഴുതാം മൈനസ് ജി എം ഇൻറ്റു R0 പാരലൽ 1/j⍵ ഇൻറ്റു സി ഔട്ട് എന്ന് വരില്ലേ? യെസ്, ഇതാണ് ആക്ച്വലി എനിക്ക് കിട്ടുന്ന വി ഔട്ട് ബൈ വിൻ്റെ വാല്യൂ. ഇതാണ് എനിക്ക് കിട്ടുന്ന വി ഔട്ട് ബൈ വിൻ്റെ വാല്യൂ അല്ലേ? യെസ്. അപ്പോൾ ഇതിൻ്റെ ബേസിൽ എനിക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ എന്താണ് ഈ R0 പാരലൽ 1/j⍵ ഇൻറ്റു? ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. എന്താണ് ബേസിക്കലി R0 പാരലൽ ടു 1/j⍵ ഇൻറ്റു സി ഔട്ട് എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റുമോ? ബേസിക്കലി ഇതിനെ നമുക്ക് എന്ത് പറയാം? ഇതിനെ നമുക്ക് R1 R2 ബൈ R1 പ്ലസ് R2 എന്നുള്ള ഫോർമുല വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ R0 ഇൻറ്റു 1/j⍵ ഇൻറ്റു സി ഔട്ട് ഹോൾ ഡിവൈഡർ ബൈ R0 പ്ലസ് 1/j⍵ ഇൻറ്റു സി ഔട്ട് എന്ന് എഴുതിക്കൂടെ? യെസ്. അപ്പോൾ എങ്ങനെ വരും ഇത്? R0 ഡിവൈഡർ ബൈ j⍵ ഇൻറ്റു സി ഔട്ട് ഡിവൈഡഡ് ബൈ R0 ഇൻറ്റു j⍵ സി ഔട്ട് പ്ലസ് 1 ഡിവൈഡർ ബൈ j⍵ സി ഔട്ട് എന്ന് വരും. ഈ j⍵ സി ഔട്ടും ക്യാൻസലായി പോവും. അപ്പോൾ ബാക്കി എനിക്ക് വരും എക്സാക്ട്ലി R0 പാരലൽ ടു 1/j⍵ സി ഔട്ട് എന്നുള്ള ടേം എങ്ങനെ വരും? ആക്ച്വലി R0 ഡിവൈഡഡ് ബൈ 1 പ്ലസ് j⍵ ഇൻറ്റു R ഔട്ട് ഇൻറ്റു സി ഔട്ട് എന്ന് വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ, നമ്മൾ എഴുതിയിരിക്കുന്ന ഫോർമുല ഇതായിരുന്നില്ല ആക്ച്വലി. ഈ ഫോർമുലയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ വി ഔട്ട് ബൈ വി ഇന് കിട്ടും. എന്താ കിട്ടുക? വി ഔട്ട് ബൈ വി ഇൻ എക്സാക്ട്ലി ഓൾറെഡി നമുക്കിവിടെ കിട്ടുന്ന ടേം അല്ലേ? ആദ്യം വരുന്ന ടേം മൈനസ് ജി എം ആണ്. അപ്പോൾ മൈനസ് ജി എമ്മിന് അതുപോലെ തന്നെ എഴുതി. ബാക്കി വരുന്ന ടേം എന്താ? മൈനസ് ജി എം ഇൻറ്റു R0 ഡിവൈഡർ ബൈ 1 പ്ലസ് j⍵ ഇൻറ്റു R0 ഇൻറ്റു സി ഔട്ട് എന്ന് കിട്ടി. വി ഔട്ട് ബൈ വി ഇൻ അല്ലേ? അപ്പോൾ ഓൾറെഡി നമുക്കറിയാം, നമ്മൾ കണ്ടുപിടിച്ചു വി ഇൻ ബൈ വി എസ് ഓൾറെഡി നമുക്ക് ലാസ്റ്റ് ഫോർമുലയിൽ കിട്ടി. എല്ലാവരും നോക്കണേ, വി ഇൻ ബൈ വി എസ് എന്ന് പറഞ്ഞാൽ എന്താ? വി ഇൻ ബൈ വി എസ് ഓൾറെഡി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു അല്ലേ? അപ്പോൾ വി ഇൻ ബൈ വി എസ് എന്നുള്ളത് ബേസിക്കലി ഞാനിവിടെ എഴുതുകയാണെങ്കിൽ വി നോ ദാറ്റ് വി ഇൻ ബൈ വി എസ് ഈസ് ഈക്വൽ ടു RI ഡിവൈഡഡ് ബൈ RI പ്ലസ് RS ഇൻറ്റു 1/1 പ്ലസ് j⍵ ഇൻറ്റു RI പാരലൽ ടു RS ഇൻറ്റു സി ഇൻ. അപ്പോൾ ദർഫോർ എനിക്കിവിടെ എഴുതാം എ വി എസ് ഈസ് ഈക്വൽ ടു വി ഔട്ട് ബൈ വി ഇൻ ഇൻറ്റു വി ഇൻ ബൈ വി എസ് എന്ന് എഴുതാം. അപ്പോൾ എങ്ങനെ എഴുതാം എനിക്ക് എ വി എസ്? ആക്ച്വലി വി ഔട്ട് ബൈ വിൻ്റെ സ്ഥാനത്ത് ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? വി ഔട്ട് ബൈ വിൻ്റെ സ്ഥാനത്ത് മൈനസ് ജി എം ഇൻറ്റു R0 ഡിവൈഡർ ബൈ 1 പ്ലസ് j⍵ ഇൻറ്റു R0 ഇൻറ്റു സി ഔട്ട് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വി ഔട്ട് ബൈ വി ഇൻ എല്ലാവരും നോക്കണേ, ഇതാണ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് അല്ലേ? വി ഇൻ ബൈ വി എസിൻ്റെ സ്ഥാനത്ത് ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? RI ഡിവൈഡഡ് ബൈ RI പ്ലസ് RS ഇൻറ്റു 1/1 പ്ലസ് j⍵ ഇൻറ്റു എല്ലാവരും നോക്കണേ RI പാരലൽ ടു RS ഇൻറ്റു സി ഇൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇതാണ് നമുക്ക് ഫൈനലി കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ എനിക്ക് ഇതുപോലൊരു എ വി എസിൻ്റെ ഇക്വേഷൻ കിട്ടി അല്ലേ? യെസ്, എ വി എസിൻ്റെ ഒരു ഇക്വേഷൻ കിട്ടി. അപ്പോൾ ഈ എ വി എസിൻ്റെ ഇക്വേഷനിൽ ഞാൻ ആക്ച്വലി ഇതിൽ നമ്മൾ ഇക്വേഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കോമൺ ആയിട്ട് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഇതിനെ റീപ്ലേസ് ചെയ്തു. അല്ലെങ്കിൽ എ എം എന്നുള്ളൊരു ടേം ഞാൻ എടുക്കുകയാണെങ്കിൽ എ എമ്മിനെ ഞാൻ ആക്ച്വലി മൈനസ് ജി എം ഇൻറ്റു R0 ഇൻറ്റു RI ഡിവൈഡർ ബൈ RI പ്ലസ് RS ഈ ഒരു ടേമിനെ ഞാൻ കോമൺ ആയിട്ട് എ എം എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, എനിക്ക് എങ്ങനെ കിട്ടും എൻ്റെ ഫൈനൽ ഇക്വേഷൻ? എനിക്ക് കിട്ടും എ വി എസ് ഈക്വൽ ടു എ എം ഡിവൈഡഡ് ബൈ 1 പ്ലസ് j⍵ ഇൻറ്റു R0 ഇൻറ്റു സി ഔട്ട് ഇൻറ്റു 1 പ്ലസ് j⍵ ഇൻറ്റു RI പാരലൽ ടു RS ഇൻറ്റു സി ഇൻ എന്ന് കിട്ടും. യെസ്,
AM എന്തും ആയിക്കോട്ടെ അല്ലേ. യെസ്, അപ്പോൾ ഇതാണ് ബേസിക്കലി എനിക്ക് കിട്ടുന്ന ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇന്ന് പ്രോബ്ലംസ് വളരെ റയറായിട്ട് ചോദിക്കുള്ളൂ. ഇതിൻ്റെ ഡെറിവേഷനാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. യെസ്, ഓക്കെ. അപ്പോൾ നമുക്ക് ഫൈനൽ ഇക്വേഷൻ കിട്ടി. ഫൈനൽ ഇക്വേഷൻ AVS ഈക്വൽ ടു AM ഡിവൈഡഡ് ബൈ 1 + j omega ഇൻറ്റു R ഔട്ട് ഇൻറ്റു C ഔട്ട് ഇൻറ്റു 1 + j omega ഇൻറ്റു RI പാരലൽ ടു RS ഇൻറ്റു C in. ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ 2 പാരാമീറ്റേഴ്സ് ഡിറ്റർമൈൻ ചെയ്തു. ഒന്ന് നമ്മൾ ഡിറ്റർമൈൻ ചെയ്ത പാരാമീറ്റർ എന്ന് പറയുന്നത് ബേസിക്കലി ഇൻപുട്ട് റെസിസ്റ്റൻസ് ഡിറ്റർമൈൻ ചെയ്തു, അതുപോലെ വോൾട്ടേജ് ഗെയിൻ ഡിറ്റർമൈൻ ചെയ്തു. അപ്പോൾ നമ്മൾ ഓൾറെഡി എഴുതിയിരിക്കുന്ന ഈ ഇക്വേഷനെ നമുക്ക് ഫ്രീക്വൻസി ടേമിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞതൊരു ലെങ്ത് ഡെറിവേഷൻ ആണെന്ന്. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നതാണ് ഏറ്റവും സ്യൂട്ടബിൾ. അതുകൊണ്ടാണ് ഞാൻ ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ AVS എന്നുള്ളതിനെ നമുക്ക് ഫ്രീക്വൻസി ടേമിലേക്ക് മാറ്റണം. അപ്പോൾ ഞാനിവിടെ AVS എഴുതാണ് വോൾട്ടേജ് ഗെയിൻ. വോൾട്ടേജ് ഗെയിൻ ഈസ് നത്തിങ് ബട്ട് AM ഡിവൈഡഡ് ബൈ 1 + j omega ഇൻറ്റു R0 ഇൻറ്റു C ഔട്ട് ഇൻറ്റു 1 + j omega ഇൻറ്റു RI പാരലൽ RS ഇൻറ്റു C in അല്ലേ. അപ്പോൾ ഞാനിതിനെ 2 ഫ്രീക്വൻസി ടേംസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യണം. അതായത് നിങ്ങൾ നോക്ക്, ഈ ഇക്വേഷനിൽ ഇവിടെ ഒരു j omega ഉണ്ട്, ഇവിടെ ഒരു j omega ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഒമേഗ ഈക്വൽ ടു 2πf ആയതുകൊണ്ട് ഇത് ആക്ച്വലി ഒരു ഫ്രീക്വൻസിയാണ് അല്ലേ. അപ്പോൾ ഞാനിതിൽ ആദ്യം ചെയ്യുന്ന കാര്യം, നമുക്ക് ഈ ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ്റെ ബേസിൽ ഞാൻ ആദ്യം എന്ത് ചെയ്യാണ്, ഈ 1 + j ഇൻറ്റു ഒമേഗ ഇൻറ്റു RI പാരലൽ RS ഇൻറ്റു C in എന്നുള്ള ഇക്വേഷൻ എടുക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കണേ. ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്, നമ്മൾ പറഞ്ഞ ഈ ഇക്വേഷൻ. ഇതിനിപ്പോൾ ഇക്വേഷൻ ഇതൊരു 1 എന്നുള്ള ഇക്വേഷൻ, ഇത് 2 എന്നുള്ള ഇക്വേഷനായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ 1 എന്ന് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഞാൻ സെപ്പറേറ്റ് എഴുതി. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf ആണ്. ദർഫോർ നമുക്കിവിടെ എങ്ങനെ എഴുതാം, ഈ ഇക്വേഷൻ എനിക്ക് 1 + j ഇൻറ്റു 2πf ഇൻറ്റു RI പാരലൽ RS ഇൻറ്റു C in എഴുതാം അല്ലേ. അപ്പോൾ ഞാനിതിനെ ഒരു കോമൺ ടേമിൽ എഴുതുകയാണ്, 1/j ഇൻറ്റു f/fh1 എഴുതുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ FH1 എന്താണെന്ന് കൺഫ്യൂഷൻ വരാം. ബേസിക്കലി ഞാനിപ്പോൾ എഴുതിയിരിക്കുന്ന ഈ ഇക്വേഷൻ്റെ ബേസിൽ ഞാനിവിടെ FH1 എഴുതുകയാണ്. വാട്ട് ഈസ് FH1 പറയാൻ പറ്റുമോ? 1/2π ഇൻറ്റു RI പാരലൽ RS ഇൻറ്റു C in. കൺഫ്യൂഷൻ ആവരുത്. അപ്പോൾ ഒന്നുമില്ല, നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്ന ഈ ഒരു ടേം കണ്ടില്ലേ, ഈ ഒരു ഇക്വേഷനിൽ ഞാൻ എന്ത് ചെയ്തു, കോമൺ ആയിട്ട് 1/2π ഇൻറ്റു 2π എന്നുള്ള ഈ ടേമാണ് 1/2π ഇൻറ്റു RI പാരലൽ RS ഇൻറ്റു C in എന്നുള്ള കോമൺ ടേമിനെ ഞാൻ FH1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം, ബാക്കി വരുന്ന ടേം നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു 1 വരുന്നുണ്ട് പ്ലസ് j ഇൻറ്റു ഇവിടെ ഒരു f വരുന്നുണ്ട്, f അതുപോലെ തന്നെ. അപ്പോൾ ഇത് 1/, രൂപത്തിലായതുകൊണ്ട് ഈ FH1 എന്നുള്ളത് താഴെ വരും. അപ്പോൾ എനിക്ക് ഇങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്ന ഈ ഒരു ടേമിനെ നമ്മൾ ഈ ഒരു രൂപത്തിൽ റെപ്രസെൻ്റ് ചെയ്തു. സെയിം വേ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ടേം കണ്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് ബേസിക്കലി പറയാം, ഇതെന്താണ്, ഈ ഒരു ഫ്രീക്വൻസിയെ നമുക്ക് ബേസിക്കലി പറയാം ദി കട്ട് ഓഫ് ഫ്രീക്വൻസി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഇൻപുട്ട് കപ്പാസിറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസി നമുക്ക് മൊത്തം ഈ ഫ്രീക്വൻസിയെ പറയാൻ പറ്റും, FH1 അല്ലേ. സെയിം വേ നമുക്ക് ഇതുപോലെ ഒരു ഫ്രീക്വൻസി കൂടി കണ്ടുപിടിക്കാനുണ്ട്. നിങ്ങളിപ്പോൾ എഴുതിയിരിക്കുന്ന ഈ ഒരു ഇക്വേഷനിൽ ഓൾറെഡി നമുക്ക് ഞാൻ 2 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഇക്വേഷൻ കണ്ടോ, 1 + j omega ഇൻറ്റു R ഔട്ട് ഇൻറ്റു C ഔട്ട്. നമുക്ക് ഇക്വേഷൻ ഏതാണ്, 1 + j omega ഇൻറ്റു R ഔട്ട് ഇൻറ്റു C ഔട്ട് അല്ലേ. ഈ ഇക്വേഷൻ ഞാൻ അനലൈസ് ചെയ്യുകയാണെങ്കിൽ എനിക്കിവിടെ കിട്ടും ഒമേഗ ഈക്വൽ ടു 2πf എന്നുള്ള രീതിയിൽ ഞാൻ എഴുതുകയാണെങ്കിൽ എനിക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം, 1 + j ഇൻറ്റു 2πf ഇൻറ്റു R ഔട്ട് ഇൻറ്റു C ഔട്ട് എന്ന് എഴുതും അല്ലേ. അല്ലെങ്കിൽ നമുക്ക് 1 + j ഇൻറ്റു f/fh2 എന്ന് എഴുതാം. സോ എന്തായിരിക്കും ഈ FH2 പറയാൻ പറ്റുമോ? നമ്മൾ നേരത്തെ എഴുതിയ അതേപോലെ തന്നെയാണ് ഞാൻ എഴുതിയത് കേട്ടോ. ബേസിക്കലി ഞാനിപ്പോൾ ഈ FH2 എന്നുള്ളൊരു ഫ്രീക്വൻസി എടുക്കുകയാണെങ്കിൽ FH2 എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒന്നുമല്ല. FH2 എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ FH1 എഴുതിയ പോലെ തന്നെയാണ്. FH2 ഈസ് നത്തിങ് ബട്ട് 1/2π ഇൻറ്റു R0 ഇൻറ്റു C ഔട്ട്
ഇതാണ് ആക്ച്വലി FH2. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ, നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്ന ഈ ഒരു എക്സ്പ്രഷനിൽ, നമ്മുടെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഈ ഒരു എക്സ്പ്രഷനിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു ഫ്രീക്വൻസി കോമ്പണൻറ്റിൻ്റെ ടേമിൽ ഞാൻ എൻ്റെ ഇക്വേഷൻ എഴുതി. അതിൽ ഞാൻ എന്ത് ചെയ്തു, ഈ 2π R0 ഇൻറ്റു സി ഔട്ട് എന്നുള്ള ഈ കോമൺ ടേമിന് ഞാൻ FH2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഈ കോമൺ ഇക്വേഷൻ എങ്ങനെ എഴുതാം, 1 അതുപോലെ തന്നെ ഉണ്ട്, പ്ലസ് ഇവിടെ ഒരു എഫ് വരുന്നുണ്ട്. FH2 എന്നുള്ളത് ഈ രീതിയിലായതുകൊണ്ട് FH2 എന്നുള്ളത് താഴെ വരും. അപ്പോൾ നമുക്ക് ബേസിക്കലി പറയാം, ഈ ഒരു ഫ്രീക്വൻസിയെ നമുക്ക് എന്ത് പറയാം, കട്ട് ഓഫ് ഫ്രീക്വൻസി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഔട്ട്പുട്ട് കപ്പാസിറ്റൻസ് സി ഔട്ട് എന്നുള്ള ഔട്ട്പുട്ട് കപ്പാസിറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കട്ട് ഓഫ് ഫ്രീക്വൻസിയാണ് FH2. സി ഇൻ എന്നുള്ള ഇൻപുട്ട് കപ്പാസിറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കപ്പാസിറ്റൻസ് ആണ് എക്സാക്ട്ലി എന്ത്, FH1. അപ്പോൾ FH1ഉം FH2ഉം എനിക്ക് രണ്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഫ്രീക്വൻസീസ് കിട്ടി. നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഈ ഒരു കണ്ടീഷൻ. അപ്പോൾ ഇത് ചോദിക്കാം, ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് പറയുമ്പോൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ഈ ടേമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളെ വോൾട്ടേജ് ഗെയിനെ ഇൻ ടേംസ് ഓഫ് ഫ്രീക്വൻസി എഴുതിക്കൂടെ. വോൾട്ടേജ് ഗെയിൻ ഇൻ ടേംസ് ഓഫ് ഫ്രീക്വൻസി എനിക്ക് എഴുതുകയാണെങ്കിൽ എനിക്ക് ഓൾറെഡി അറിയാം AVS = AM ഡിവൈഡഡ് ബൈ 1 + J × ഒമേഗ × Rout × Cout × RI ഡിവൈഡഡ് ബൈ into 1 + J ഒമേഗ × RI പാരലൽ RS × Cin. ഇത് ഓൾറെഡി നമുക്കറിയാം, നമ്മൾ സ്റ്റാൻഡർഡൈസ് ആയിട്ട് പഠിച്ച ഇക്വേഷനാണ്. ഇതിൽ നമുക്ക് എങ്ങനെ എഴുതാം, AVSനെ AM ഡിവൈഡഡ് ബൈ 1 + ഈ ഒരു ടേമിനെ ഓൾറെഡി നമ്മൾ ഇക്വേഷൻ നമ്പർ 2 പഠിച്ച ഈ ഒരു ടേമിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, 1 + J × F ബൈ FH2 into 1 + J × F ബൈ FH1. ഇത് ആക്ച്വലി FH1 ആയിരുന്നു, ഇത് FH2 ആയിരുന്നു. ഇങ്ങനെ എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ. യെസ്, ദിസ് ഈസ് ദി വോൾട്ടേജ് ഗെയിൻ വിത്ത് റെസ്പെക്ട് ടു ഫ്രീക്വൻസി അല്ലേ. യെസ്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മൾ ഫൈനലൈസ് ആയിട്ടുള്ള ഇക്വേഷൻ. ഈ ഇക്വേഷനാണ് നിങ്ങൾ ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. ഈ ഇക്വേഷൻ ചോദിക്കാം എക്സാമിന് കേട്ടോ. അപ്പോൾ ഞാൻ ഒരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്തു. ഈ ഒരൊറ്റ വീഡിയോയിൽ തന്നെ ഞാൻ കംപ്ലീറ്റ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഒരു ഓവറാൾ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്നുള്ളൊരു ഫോമുലയും കൂടി എഴുതാം. ബേസിക്കലി ഇത് നമ്മൾ കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ രൂപത്തിലേക്ക് എഴുതുകയാണെങ്കിൽ നമുക്ക് ഓവറാൾ കട്ട് ഓഫ് ഫ്രീക്വൻസി FH കണ്ടുപിടിക്കാം. ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്ന ഫോമുല വെച്ചിട്ട് തന്നെ ടോട്ടലി നമുക്ക് കിട്ടിയ രണ്ട് ഫ്രീക്വൻസിൻ്റെ ബേസിൽ നമുക്ക് ഓവറാൾ കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. 1/FH1² + 1/FH2². അപ്പോൾ ഓൾറെഡി നമുക്ക് FH1ഉം FH2ഉം കിട്ടി. ഈ FH1 FH2 നമ്മൾ ഓവറാൾ കട്ട് ഓഫ് ഫ്രീക്വൻസി കാണാൻ പറഞ്ഞാൽ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഓവറാൾ കട്ട് ഓഫ് ഫ്രീക്വൻസി ഇങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഡിറ്റർമൈൻ ചെയ്ത പാരാമീറ്റർ ഒന്ന് ശ്രദ്ധിക്കണം എല്ലാവരും. വളരെ ലെങ്തി ആയിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നമ്മൾ ഓൾറെഡി ഈ ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചു വോൾട്ടേജ് ഗെയിനിൽ നിന്ന് അല്ലേ. FH1 ഒക്കെ കണ്ടുപിടിച്ചു, എല്ലാ പാരാമീറ്ററും നമ്മൾ കണ്ടുപിടിച്ചു. ഔട്ട്പുട്ട് കപ്പാസിറ്റൻസും ഇൻപുട്ട് കപ്പാസിറ്റൻസും ഒക്കെ എന്താണെന്ന് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു. യെസ്, എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു. വോൾട്ടേജ് ഗെയിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞു. ഇൻപുട്ട് റെസിസ്റ്റൻസ് എങ്ങനെ കാണുമെന്ന് പറഞ്ഞു. ഒരു ഹൈ ഫ്രീക്വൻസി ഹൈബ്രിഡ് പൈ മോഡൽ എങ്ങനെ വരയ്ക്കുമെന്ന് പറഞ്ഞു. ഇത്തരം പാരാമീറ്റേഴ്സ് നമ്മൾ ഒറ്റ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തു.